ഒരു വീട്ടിൽ ബർക്കത്തുണ്ടായാലാണ് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാവുക. വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ആ ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് മുബാറക്കായ വീടായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാനും തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത്രയും മനുഷ്യന്മാർ ഉണ്ടല്ലേ. നിങ്ങളൊന്ന് എണീച്ചെന്ന് ഇരുന്നാട്ടെ. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. 2 കാര്യം ഞാൻ പറഞ്ഞു. എണീറ്റെന്ന് ഇരിക്കുക. റിസാലക്ക് പൈസ കൊടുക്കൂല. അതാ നമ്മളെ പ്രശ്നം. ചേരും വേണം, പൈസയും കൊടുക്കണം. ഇപ്പൊ റിസാല ക്യാമ്പയിൻ കാല SSFന്റെ കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ നല്ലോണം ചേരണം. നമ്മൾ നാളത്തെ ഉസ്താമാരും നേതാക്കളും അവരാണ് ആവേണ്ടത്. ആ കുട്ടികളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. മുസ്ലിം ജമാഅത്തിന്റെ പ്രായത്തിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ എടുക്കുമ്പോൾ SSF പ്രായത്തിലുള്ള ഇസ്മായിൽ നബിനെയും കൂടെ കൂട്ടിയത് നാളത്തെ ഒരു ലീഡർ വളരണ്ടേ. അങ്ങനെ വളരണം. അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ മലക്കൾ വരുന്നതിന് തടസ്സമായിട്ടൊന്നും ഉണ്ടാവരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം മലക്കൾ വരുമ്പോഴാണ് ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുക. മലക്കൾ വരുന്നതിന് തടസ്സം എപ്പോഴാണ് ഉണ്ടാവുക? ഒന്ന്, വീട്ടില് നായകൾ ഉണ്ടാവുമ്പോൾ. അത് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്, ഇന്നൽ മലായിക്കത്ത ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറത്തുൻ. ഫോട്ടോ ഉള്ളിടത്തേക്ക് മലക്കൾ വരൂല. അത് പത്രത്തിലെ പോട്ടായാലും ശരി, അല്ലാത്ത പോട്ടായാലും ശരി, ഏറ്റവും ചുരുങ്ങിയ നമ്മൾ കിടക്കുന്ന റൂമിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. മലക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഓടും. ആ വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത തൗഫീഖ് ഉണ്ടാവും. ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല. അപ്പൊ നമ്മളെ വീട്ടിൽ മലക്കൾ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. 2, വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ രണ്ടാമത് വേണ്ടത് നമ്മളെ വീട്ടിൽ അതിഥികൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. അതിഥി വരുന്ന വീട്ടിൽ വലിയ ബർക്കത്തുണ്ട്. 1000കണക്കിന് ബർക്കത്തുണ്ടാവും ഒരൊറ്റ അതിഥി നമ്മളെ വീട്ടിൽ വന്നാൽ. ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം പാകം ചെയ്താൽ ചുറ്റുവട്ടം കുറച്ച് ദൂരം ഇങ്ങനെ നടക്കും, ആരെങ്കിലും അതിഥിയായിട്ട് കിട്ടോ നോക്കാൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരാഴ്ചക്കാലം അതിഥികൾ ആരും വന്നിട്ടില്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു കരയും. അല്ലാഹ്, ഇതെന്താ, എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണോ? ആരെയും അതിഥിയെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അതിഥികൾ വരുന്ന വീട് മുബാറക്കായ ബർക്കത്തുള്ള വീടായിരിക്കും. 2, മൂന്നാമത്തത്, നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന വീട് വലിയ ബർക്കത്തുണ്ടാവും. ഇന്നൽ ബൈതല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഓതുന്ന വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. 1, ആ വീട്ടിൽ മലക്കൾ നിരന്തരം വരും. 2, പിശാച് തുരത്തി ഓടിക്കപ്പെടും. 3, ആ വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ലഭിക്കും. 4, ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല. സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിനാനാണ്. സൂറത്തുൽ വാഖിഅ ഐശ്വര്യത്തിന്റെ സൂറത്താണ്. അല്ലിമു ഔലാദക്കും സൂറത്തുൽ വാഖിഅ. മക്കൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ വീട് ധാരാളമായി ഖുർആൻ ഓതുന്ന വീടാവണം. നമ്മളെ വീട്ടിൽ ഖുർആൻ ഓത്തില്ലാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ കാര്യം. 4, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വീട്ടിലേക്ക് കയറുന്ന മനുഷ്യർ സലാം ചൊല്ലിയിട്ട് വീട്ടിലേക്ക് കയറണം. വസല്ലിം അലാ അഹ്ലി ബൈതിക്. മോനെ അനസേ, നീ വീട്ടിൽ കയറുമ്പോൾ വീട്ടുകാരോട് സലാം പറയണമെന്ന് ഹദീസിൽ കാണാം. എങ്കിൽ നിന്റെ വീട്ടിൽ ഖൈർ വർദ്ധിക്കും. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സലാം പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും.
സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സലാം പറയൽ. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹബ്ബതും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ സലാം ചൊല്ലിയാൽ മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ വയല് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വീട്ടിൽ ആരുമില്ല, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഡോർ തുറന്ന് കയറുകയാണ്, ആരുമില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അങ്ങനെ ചൊല്ലൽ സുന്നത്താണ്. അവിടെ ഉള്ള സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ റൂഹുകൾ, മഹാന്മാരായ അമ്പിയാക്കളുടെ അർവാഹുകൾ, ആ സലാം നമുക്ക് മടക്കി കിട്ടും. മൂമിനീങ്ങളുടെ വീടുകളിൽ അവരുടെ സാന്നിധ്യമുണ്ടാവുമെന്ന് ഖാലിയാൽ തങ്ങളുടെ ശിഫയുടെ വ്യാഖ്യാനത്തിൽ കാണാം. നമ്മൾ പള്ളിയിലേക്ക് കയറുന്നു, സുബഹിന് ജുമുഅക്ക് ആരെയും കാണാനില്ല, നമ്മളാണ് ഒന്നാമത് കയറുന്നത്. അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടെയുള്ള മലക്കുകൾ നമുക്ക് സലാം മടക്കിത്തരും. വീട്ടിലേക്ക് കയറുമ്പോഴും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസം 10 മുഅ്മിനീങ്ങളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാനില്ലാതെ മരണപ്പെടൂല, അയാളുടെ മരണം ഈമാനോടെ ആയിരിക്കും. സലാമിന് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് സ്വഹാബത്ത് ഒരാളെ കണ്ടിട്ട്, പുതുതായ ഒരാളെ കണ്ട് സലാം പറയാൻ വേണ്ടി മാത്രം അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്തിന്? ടൗണിൽ നിന്ന് പർച്ചേസിന്റെ ആവശ്യമുണ്ടായിട്ടല്ല, ഒരാളെ പുതുതായി കണ്ടിട്ട് അയാളോട് സലാം പറയാൻ. സലാം പറയുന്നവർക്ക് 90 കൂലി സംവിധാനിച്ചിട്ടുണ്ട്, മടക്കുന്നയാൾക്ക് 10 കൂലി. നിർബന്ധവും സുന്നത്തും നോക്കിയാൽ നിർബന്ധത്തിനാണ് കൂടുതൽ കൂലി ഉണ്ടാവുക. പക്ഷേ സലാം പറയലും മടക്കൽ നിർബന്ധമാണെങ്കിലും പറയലിനാണ് കൂടുതൽ കൂലി. ഇവിടെ നിയമം മാറ്റമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സലാം പറയുന്നവരാവണം. എല്ലാ ദിവസവും 10 ആളോടെങ്കിലും നമ്മൾ സലാം പറയണം. എങ്കിൽ നമ്മുടെ മരണം ഈമാനോടെയാകുമെന്ന് ഹദ്ദാദിന്റെ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വീട്ടില് ബറക്കത്തുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5-ാമത്തെ കാര്യം, വീട്ടിലേക്ക് കയറുന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി. വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വീട്ടുകാർക്കും അയൽവാസികൾക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം. കടത്തിൽ മുങ്ങിയ ഒരു സ്വഹാബി ടെൻഷനായിട്ട് പള്ളിയിൽ കണ്ടപ്പോൾ, മോനെ നീ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ കയറുമ്പോൾ ഓതിയാ മതി എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ആ സ്വഹാബിയുടെ കടം വിചാരിക്കാത്ത മേഖലയിലൂടെ വീടിയതും ആ ഹദീസിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാവുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് വലിയ പവറുള്ള സൂറത്താണ്. ഒരു ഇഖ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതാൻ ഇപ്പം എന്താ പണിയുള്ളത്? എന്താ അധ്വാനം ഉള്ളത്? എല്ലാ ദിവസവും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 20 എണ്ണം ഓതിയാലോ? എന്നാൽ 2 വീട് കിട്ടും. 30 എണ്ണം ഓതിയാലോ? അപ്പൊ തങ്ങൾക്ക് മനസ്സിലാവല്ലേ ഇത് ഗുണനപ്പട്ടിക 10 പഠിച്ചത് മുതലാക്കുന്നത് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, എത്രയാ ഓതുന്ന അതിനനുസരിച്ച് കിട്ടും. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കിതാബിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്കിടെ ഇസ്മിൽ ഒരു പേര് തന്നെ അവലുമായി യദ്ഖുലുൽ ജന്ന എന്നൊരു പേരന്നുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഈ പേര് വിശദീകരിക്കുമ്പോൾ പറയാ, റസൂലുള്ള സ്വർഗത്തിലെത്തുമ്പോൾ നമുക്കും സ്വർഗത്തിലെത്താൻ എന്തെങ്കിലും വേണ്ടേ? അതിന് ഏറ്റവും എളുപ്പമാർഗമാണ് 10 ഇഖ്ലാസ് സൂറത്ത് എല്ലാ ദിവസവും ഓതല്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 ഇഖ്ലാസ് സൂറത്ത് ഓതാൻ ആകെ വേണ്ടത് 2 മിനിറ്റാണ്. ഒരു ദിവസം 86,400 സെക്കൻഡ് ഉണ്ട്. അതിന്റെ മലയാളമാണ് 24 മണിക്കൂർ എന്നുള്ളത്. അതിലാകെ 2 മിനിറ്റ് അല്ലേ വേണ്ടു. അത് നമുക്ക് ഓതിയാൽ
ഒരു ഇഖ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതണം. സൂറത്തിൽ ഇഖ്ലാസ് കൂടുതൽ ഓതുന്ന മനുഷ്യൻ ആഖിറത്തിലെത്തിയാൽ അള്ളാഹു പറയും, ആ എന്നെ പുകഴ്ത്തിയ മനുഷ്യനല്ലേ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളീ. നമ്മളൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്റെ അഹ്ലുകാരാവണം. അങ്ങനെ പറയാൻ കാരണം, ഒരാൾ സ്വന്തമായിട്ടോ ഇനി വേറൊരാൾക്ക് വേണ്ടിയിട്ടോ ഓതിയാൽ നരകം നിഷിദ്ധമാവുന്ന ഒരു കർമ്മമാണ് 70,000 തഹ്ലീല്. അതിന് അൽ ഇത്വാഖത്തു സുഗ്റ എന്നാണ് അറിയപ്പെടുന്നത്. മരിച്ചുപോയ ഉപ്പാക്കായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ 70,000 ആരോടും പറയാതെ സ്റ്റാറ്റസിലൊന്നും ഇടാണ്ട് നമ്മളങ്ങനെ ചൊല്ലി തീർത്തു എങ്കിൽ നരകം ഹറാമാണ്, പിന്നെ നരകത്തേക്ക് പോവില്ല. ഈ ഓഫർ നമ്മൾ ഉപയോഗിക്കണം. ഇത് അൽ ഇത്വാഖത്തു സുഗ്റ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അൽ ഇത്വാഖത്തുൽ കുബ്ര എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാളും വലിയൊരു അമലുണ്ട്. അതേതാ? 1,00,000 ഇഖ്ലാസ് സൂറത്താണ്. 1,00,000 ഇഖ്ലാസ് സൂറത്ത് മരിച്ച ഉമ്മാക്കോ ഉപ്പാക്കോ ഇനി സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഓതിന്ന് കരുതുക എങ്കിൽ അയാൾ നരകത്തേക്ക് പോവില്ല. ഈ 1,00,000 ഇഖ്ലാസ് സൂറത്ത് നമ്മൾ ഓതണം, ആരും അറിയണ്ട. 1,00,000 ഇഖ്ലാസ് റമദാൻ കഴിയുമ്പോഴേക്ക് ഓതി തീർക്കും. എത്ര മഹാന്മാരുണ്ട്, ആയിരങ്ങളായ ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന മഹാന്മാർ. അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ഇത് അബൂദർദാ അല്ലേ തങ്ങളെ? നിങ്ങൾക്ക് എങ്ങനെ അബൂദർദാനെ നബി എന്താ പറയണത്? മൂപ്പര് ഇവിടെ ഫേമസ് ആയതിനേക്കാൾ ആകാശലോകത്ത് വെൽ നോൺ ഫേമസ് ആണ് മൂപ്പര്. അതെങ്ങനെ? മൂപ്പര് ഇഖ്ലാസ് സൂറത്തിന്റെ ആളാ. മൂപ്പര് ഇഖ്ലാസ് സൂറത്തിന്റെ ആളാണ്. തബൂക്കിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോ കാർമേഘം പോലെ, മഴക്കാലൊന്നുമല്ല എന്നാലും ഒരു സൂര്യന് പ്രകാശം കുറവ് പോലെ പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. എന്താ ജിബ്രീൽ ഇന്നൊരു പ്രകാശത്തിനൊരു കുറവ്? അദ്ദുറുൽ മൻസൂറിലുണ്ട്. എന്താ കുറവ്? അതിനബിയെ മക്കയില് മദീനയിൽ എന്താ സംഭവം? എന്താ? 70,000 മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാ 70,000 മലക്കുകൾ ഇറങ്ങിയേക്കുന്നത്? ആ മലക്കുകൾ ഇറങ്ങിയോണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ ലൈറ്റ് അവരുടെ ചിറകിന് തട്ടിയിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വരുന്നില്ല എന്നുള്ളിടത്തോളം. എന്താ ഈ മലക്കുകളുടെ ഇറക്കത്തിന്റെ താല്പര്യം? എന്തേ? അത് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. ഓരോ ജനാസയിൽ പങ്കെടുക്കാനാണ്, തങ്ങളെയും കൂട്ടാനാണ് ഞാൻ വന്നത്. അതെന്താ? മൂപ്പർക്ക് എന്താ പ്രത്യേകത? കാന യഖറഉ സൂറത്തുൽ ഇഖ്ലാസി ഖായിമൻ വ ഖായിദ. ആ സഹാബി ഇരിക്കുമ്പോ നിൽക്കുമ്പോ ഒക്കെ മൂപ്പര് വായിൽ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസാ. ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ ബർക്കത്തുകൊണ്ട് 70,000 മലക്കുകൾ അല്ലാഹു ഇറക്കി. ഒരു മലക്ക് ഒരാളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചാൽ തന്നെ, ഒരാൾക്ക് ദുആ കൊടുത്താൽ തന്നെ അയാൾക്ക് സ്വർഗ്ഗമല്ലേ? വദുആഉൽ മലായികത്തി മർജൂഉൻ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതളാ എന്നല്ലേ? ഒരു മലക്ക് ദ്വാരുന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇത് 70,000 മലക്ക്. നമ്മളൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആളാവണം. മസ്ജിദ് ഖുബായിലെ ഒരു ഇമാമിനെ കുറിച്ച് പരാതി, നബിയെ ഈ ഇമാം ഉണ്ടല്ലോ, മൂപ്പര് ഏത് സൂറത്ത് ഓതിയാലും എക്സ്ട്രാ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് വെച്ച്, നിങ്ങളെന്താ അങ്ങനെ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ എക്സ്ട്രാ ഓതണത്? നബി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്രക്കും ഇഷ്ടമാണ് ഇഖ്ലാസ് സൂറത്ത്. നിനക്ക് ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ഇഷ്ടം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസിന്റെ അഹ്ലുകാരാവാൻ കഴിയണം. 1,00,000 ഇഖ്ലാസ് സൂറത്ത് മരിക്കണതിനും ഓതി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.